രാധേ രാധേ, ഗുഡ് മോർണിംഗ്. പ്രണയിച്ചു ദുഃഖിക്കുന്നവരും പ്രണയിക്കുന്നവരും പ്രണയിക്കാൻ പോകുന്നവരും ഇത് കേൾക്കാതെ പോകരുതേ. പ്രണയം ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മളോട് യാത്ര പോലും പറയാതെ, ഒന്ന് തിരിഞ്ഞു നോക്കുക കൂടി ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നങ്ങ് ഇറങ്ങിപ്പോകും. പോകട്ടെ, പ്രണയം പരാജയപ്പെടട്ടെ. ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കുറെ ഓർമ്മകളായില്ലേ? അവസാന ശ്വാസം എടുക്കുന്ന നേരത്ത് ഓർക്കാനായി കുറെ നല്ല ഓർമ്മകൾ നമുക്ക് കിട്ടിയില്ലേ? ഓർമ്മകളായി മാറുമ്പോഴല്ലേ എന്തിനും ചന്തമുണ്ടാവുക. നിന്നെ ഞാൻ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതുപോലെ ഒരു സുഖം തന്നെയാണ് ഒരിക്കൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പോഴും കിട്ടുന്നത്. നോക്കൂ, രാധയോട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് കൃഷ്ണന്റെ പ്രണയം മധുരയിലേക്ക് പോയപ്പോൾ രാധ പുഞ്ചിരിച്ചു. രാധ മനസ്സിൽ പറഞ്ഞു, കണ്ണാ, നീ വരുമെന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ആ ഒരു ആശ്വാസത്തിലല്ലേ നീ പോകുന്നത്. എനിക്കറിയാം നീ വരില്ല എന്ന്, നമ്മൾ പിരിയുകയാണെന്ന്. എങ്കിലും ഒരുപാട് ഓർമ്മകൾ തന്നിട്ടല്ലേ പോകുന്നത്. എനിക്കത് മനസ്സിലായി എന്ന് ഞാൻ നിന്നെ അറിയിക്കുന്നില്ല. കാരണം നിന്റെ ആശ്വാസം, നിന്റെ സന്തോഷം, അതാണ് എനിക്ക് വലുത്. നന്ദി, ഇതുവരെ തന്ന എല്ലാ പ്രണയത്തിനും നന്ദി. പ്രണയം പരാജയപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുക, പുഞ്ചിരിയോടുകൂടി പറയുക, ഭാഗ്യം, പ്രണയം പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാനും മറ്റൊരു രുക്മിണിയായി മാറി നിന്റെ വീടിന്റെ ഒരു കോണിൽ സ്നേഹത്തിനായി ദാഹിച്ചു കഴിയേണ്ടി വന്നേനെ. എനിക്ക് രുക്മിണിയാകണ്ട, എനിക്ക് രാധയായാൽ മതി, എനിക്ക് രാധയായാൽ മതി. പ്രണയം പരാജയപ്പെടുന്ന രാധ, കാമുകൻ തിരിഞ്ഞു നോക്കാത്ത രാധ, അതാണ് എനിക്കിഷ്ടം, അതാണ് എനിക്കിഷ്ടം. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.